കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണം. ആരാധനാലയം പോലൊരു നാട്, സ്വന്തം അച്ഛനെ കുത്തിക്കുന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ? മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരയും നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇന്നീ കാണുന്നതൊക്കെ. അതിലൊരു പങ്കിയാ വിറ്റുന്ന് വരും, ആർക്കെങ്കിലും ദാനം കൊടുത്തുന്ന് വരും. അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലടാ ആ ചെക്ക. ഏട്ടന്റെ മോൻ, എന്റെ കൂടെ പിറന്നവന്റെ അന്തകനാണ് നീ. നിന്റെ തല കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ രാമൻകുട്ടി ഏട്ടന്റെ ദുർദശ. അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പറയുന്ന ചത്തുപോയ ആ തേവിടിച്ചിക്ക് പുടവ് കൊടുത്ത. മിണ്ടിപ്പോരുത് എന്റെ അമ്മയെ കുറിച്ച്. ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് 13-ാം വയസ്സിൽ ഞാൻ കൊലയാളിയായത്. എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കും എന്റെ ഇന്ന്. കുഞ്ഞമ്പൂ നായരെ പറയുന്നത് നാരായണ. ഒന്നുകൂടെ കേട്ടോ, സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്നം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. പാവളൊഴി മാറാം. പോരു തുടങ്ങി. സർവനാശത്തിലേ ഇത് അവസാനിക്കൂ. ഇരുപക്ഷത്തിനും അവരുടെ ആൾ എന്ന തോന്നലുണ്ടാക്കിയാവും എന്റെ നില. തമ്മിത്തല്ലി ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം. അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം, നെടുനാളത്തെ സ്വപ്നം. ഹലോ, കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം. അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ്. പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ. ഫോൺ സാറിനാ വീട്ടിൽ നിന്ന്. നല്ല വാർത്തയാ, സാറിന്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്പലനടകളും അന്നദാനപ്പുരകളും കയറിയിറങ്ങി ഭിക്ഷ വാങ്ങിത്തിന്ന് ജീവിച്ചു. ഇപ്പൊ രോഗങ്ങളാ, എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത. വഴിയിൽ വീണ് ചാവണേന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ പോണെന്നാണ് പറയുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരാശ്രയത്തിന്. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ നാട് വിട്ടു പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് ചുടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പറഞ്ഞത് ചെയ്യുന്നവരാ. ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം. ഞാൻ നോക്കിക്കൊള്ളാം, കുറവൊന്നുമില്ലാണ്ടേ. പക്ഷെ ഒന്ന് ചെയ്യണം. നാളെ രാവിലെ ദേവർ മഠത്തിലേക്ക് പോകണം. എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ? അത് വേണം. പറയുന്നത് ഞാനാ, അനുസരിക്കുക. ഉണ്ണി, ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട്. വർഷം കുറെ ആയല്ലോ വേലപ്പാ, എവിടെയായിരുന്നു താൻ? മാപ്പ് കിട്ടില്ല എനിക്ക്. ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊറുക്കാനാവാത്ത. നേരിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യം ഉണ്ടായിട്ട് വന്നതല്ല. പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കണമെന്ന് എന്റെ കുട്ടികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പലതും. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു. തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും മായില്ല. അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ, അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ, അച്ഛനെ കൊന്നവൻ. ഇല്ല, ഉണ്ണി അത് ചെയ്തിട്ടില്ല. എല്ലാറ്റിനും സാക്ഷി ഈ വേലപ്പന.
കുഞ്ഞമ്പോ നാരായണൻ ആ ചെക്കൻ ചതിച്ചു. ഇരുമ്പ് കൊണ്ട് കുത്തി ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക് വേഗം. ചോര ഇശി പോയിട്ടുണ്ട്. നീ എന്താ ചിരിക്കുക? ചിരിച്ചു പോയി ഏട്ടെ. ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞതാ. അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ടാ 1 ലക്ഷം രൂപ കടം ചോദിച്ചേ. പണം തന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇങ്ങനൊരു അനിയില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് എന്തായി? ഒരാപത്ത് പതപ്പോ മുന്നിൽ കുഞ്ഞമ്പൂല്ലേ ഉള്ളൂ. നീ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവാ കുഞ്ഞമ്പൂ. ആ കൊണ്ടുപോവാ. നോക്കട്ടെ. ഇതാണോ മുറിവ്? ഇതെന്ത് മുറിവ്? അല്ലപ്പാ, നാരായണന്റെ കുഞ്ഞിക്കേക്ക് ഒരു പോർലേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ജീവൻ പോണെങ്കിൽ ഇതാ ഇങ്ങനെ കുത്തണം. ഇത് ഞാൻ ആ ചെക്കന്റെ തലയിൽ വെക്കും. തന്തയെ കൊന്ന മോൻ, ആ പേര് അവരിരിക്കട്ടെ. കുഞ്ഞമ്പൂ നായരെ, നീയോ? എന്താ? പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് ഇന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു. അച്ഛനെ കൊന്ന മകൻ. അതെ, അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ. പക്ഷെ ആ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്നെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ്. കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല, പലരും പലവട്ടം മുഖത്ത് നോക്കി തന്തക്കാലെന്ന് വിളിച്ചപ്പോഴല്ല, അമ്മ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ, അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ നെഞ്ചു മുറിച്ചു. ആ ഉണങ്ങാത്ത മുറിവിൽ ആണയിട്ട് ഞാൻ പറയാണ് കുഞ്ഞമ്പൂ നായരെ, നിങ്ങൾക്കുള്ള വീതം കിട്ടണം. അത് ഞാൻ തരും. അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം. ഒരുങ്ങിയിരുന്നോ? നാളിതുവരെ നിങ്ങളെ തുണച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല. നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ്. അതെ കുഞ്ഞമ്പൂ നായരെ, എന്നും കുഴിമൂടി കിടക്കില്ല സത്യം. ജരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം. പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ്. കൊല്ലാതെ ഞാൻ കൊല്ലും നിങ്ങളെ. അച്ഛനെ രക്ഷിക്കാൻ കാളിയാർ മഠം കിരിക്കേണ്ട വഴി അതായിരുന്നു. പക്ഷേ മരണം എന്നോട് ദയ കാണിച്ചു. ആ മാഷേ, അടിയന്തരമായി കുറെ ബ്ലഡ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ O നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ തന്നെ ഡോണേഴ്സിന് റെഡിയാക്കണം. ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രിക്ക് പുറത്ത് നിൽപ്പുണ്ട് ഡോക്ടർ ശിവറാം. ലത്തീഫെ, നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം. O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സമയമില്ല, ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടർ ബഹളം തുടങ്ങി. ഒരു വഴി കാണണമല്ലോ. രക്തം ദേവർമഠം നാരായണന് വേണ്ടിയാണോ? അതെ, O നെഗറ്റീവ് ഗ്രൂപ്പാ. ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ്. മാത്രമല്ല, ഞാനൊരു രക്തദാനിയുമാണ്. ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട്. രോഗിയായിട്ടല്ല, മേൽ പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും. അതൊക്കെ വിശദമായി പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചോളാം. എന്താ വിളിക്കേണ്ടത്? എന്നെ വിളിക്കാൻ 3 പേരുകൾ സ്വന്തമായുള്ള ആളാണ് ഞാൻ. ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം. ആലി രാഘവൻ എന്നും വിളിക്കാം. പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ. ചോര ഒന്നാ. അതിഥികളുണ്ട്. നാളെ മാലു ഇതെപ്പോ? മണ്ടന. അതുകൊണ്ടല്ലേ നല്ല തടി പോലെ ഞാൻ ബാക്കി കിടക്കുന്നത്. ഇവൾക്കെന്ത് പറ്റി? എന്റെ പത്മാ സുബ്രഹ്മണ്യമേ, ഇങ്ങ് വാ. എന്താടോ, പേടിച്ചു പോയോ? ചാവില്ല കുട്ടി.
ഇനി സീനുകൾ എത്ര ബാക്കി കിടക്കണം? ചത്തില്ല അല്ലേ? ഒരു നൂലിഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞന്. കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു. വണ്ടി നോക്ക്. പോലീസാ? SP രാമചന്ദ്രൻ നേരിട്ട് വന്നതാ. ഗിരിസാർ മാറിക്കോ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞും. ഇല്ല, അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഒരു ചടങ്ങിന് പിടികൊടുക്കാം. അവർക്കൊരാളെ കിട്ടിയാ പോരെ, ഞാൻ പോവാൻ വലിയേട്ടാ. ഉറപ്പുണ്ടോ നിനക്ക്? മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം. വാ. SP സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പ്രതിയുടെ അന്തസ്സിന് മാന്യത കൊടുക്കണമല്ലോ ഗിരി മുതലാളി. ആ, ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ അനിയൻ ജഗതൻ. പറഞ്ഞ അന്തസ്സും മാന്യതയൊക്കെ ഇവനും കൊടുക്കണം. ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നുവോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനലാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കും. ആ, നോക്കിക്കോ. ദേഹത്ത് തൊട്ട് നോക്കാതിരുന്നാ നല്ല. പോലീസുകാരൻ്റെ കൈയും കാലും ഒന്നും വടിവാളിനെ തിരിച്ചറിയില്ലല്ലോ. വെട്ടിപ്പൂളി മുളക് തേക്ക് ഞാൻ. മറക്കണ്ട. ഒരു സെക്കൻഡ്, ഇതാ കൊടുക്കാം. ആ, നമസ്കാരം. വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ. എന്താ? ഓ, അങ്ങനെയാണോ? ശരി ശരി, വിളിക്കേ. കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സറണ്ടർ ചെയ്തു എന്ന്. ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക്? എടോ, എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത്. കാട്ടി വിറ്റ്നസ് അല്ലേ സാർ? ആരിവനോ? എടോ, ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അത് പോലീസിന് വിശ്വസിച്ചേ പറ്റൂ തൽക്കാലം. സംഗതി കോടതിയിലെത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അല്ല, ഗിരിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള അല്ലേ സത്യം? എന്റെ റാവുത്തരെ, ആ ഗിരി ഇപ്പൊ കളത്തിന് പുറത്താ നിൽക്കുന്നത്. അവനല്ലേ അകത്ത് കയറേണ്ടത്. അത് സാറ് പറഞ്ഞ ശരിയാ. ആ, അപ്പോ യഥാർത്ഥ പ്രതിയെ, അതായത് കാളിയാർ മഠം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് എന്താ നമുക്ക് ചെയ്യാൻ കഴിയാ? പോലീസിന് പ്രഷർ കൊടുക്കണം. റൂറൽ SP ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്ക്. അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ, ടെലിവിഷൻകാർ വന്ന് കവർ ചെയ്യട്ടെ. അപ്പൊ മുകൾ തട്ടിന്ന് ഇളക്കം തുടങ്ങും. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ലേ. സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ, ഇനി ശീലിച്ചു തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും. പോലീസ് നീതി പാലിക്കുക! പോലീസ് നീതി പാലിക്കുക! യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക! നീതി പാലിക്കുക! പോലീസ് നീതി പാലിക്കുക! ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇരിക്കണം. നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നതാണ്. എല്ലാവരും ഇരിക്കുക. വളണ്ടിപ്പോ ബസ് സ്റ്റാൻഡിന് അടുത്തല്ലേ? വളം പിന്നെയും വാങ്ങാം. കുഞ്ഞിക്കണ്ണ, നീ ചാക്ക് വളണ്ടിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കോ. ഞാനങ്ങ് എത്തിയ. ശരി. നീതി കിട്ടും വരെ സമരം ചെയ്യും. ഒന്ന് നിർത്തൂ. ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. സഖാക്കളെ, ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. വരും വരായികളെപ്പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടിവെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു. ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ, മരിച്ചെങ്കിൽ ഒരുപിടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്ത് ജീവിച്ച ഒരച്ഛൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല. ആരായിരുന്നു ആ സത്യമെല്ലാം മൂടിവെച്ചത്? അധികാരികൾ, നമ്മളെ ഭരിച്ചവർ. കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇദ്രിസേ, ഇവന് പണി കൊടുക്കേണ്ടി വരും. ഓടാ. ഇൻക്ലാബ് സിന്ദാബാദ്!
പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. ഇൻക്വിലാബ് സിന്ദാബാദ്. കുഴപ്പമില്ല, മുദ്രാവാക്യം വിളി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നാരായണനെ കാണട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, അതാണ് ആവശ്യം. അത് ന്യായം. കാരണം കാളിയാർമഠം ഗിരിയാണല്ലോ സത്യത്തിൽ പ്രതി. അല്ല. അല്ലേ? അല്ലെന്ന് ഞാൻ പറയുന്നു. ആരോ, എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ. അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗതിനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്താൽ. നാരായണ, കാട്ടി സാക്ഷിയാണ്. ജഗതിനെ ഞാൻ ഇന്ന് വിടും, ഗിരിയെ പൊക്കുകയും ചെയ്യും. രാമേന്ദ്ര, താൻ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ആരോടും ഒരു പരാതിയില്ല. ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി. ഞാൻ എന്താ വേണ്ടത്? ആ കേസ് കെട്ടി കീറിക്കള. എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറ. പിക്കറ്റിങ്ങും ധർണയും ഇവരിതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഓഹോ, അവരങ്ങനെ പറഞ്ഞു. അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. ആ ശരി ശരി. ആ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോ. മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ 4 പേരെ വിളിക്കണം. പിക്കറ്റിംഗ് ഉഷാർ ഉണ്ടാക്കാൻ പറ അവരോട്. ആ ശരി ശരി. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? സമാധാനപരമായ സമരം എന്നൊക്കെ പറയുന്നത് ഇതാണോ? സർ, കല്ലെറിഞ്ഞ് ഞങ്ങളല്ല, സമരം പൊളിക്കാൻ വന്ന ശത്രുക്കൾ ചെയ്ത പണിയാണിത്. സാറ് കണ്ടതല്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്? കല്ലെറിയാൻ വന്നാണെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ചെയ്യുമായിരുന്നില്ലേ? ഞാൻ നാരായണനെ കണ്ടിട്ടാണ് വരുന്നത്. അയാൾക്ക് ആരെക്കുറിച്ചും ഒരു പരാതിയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകണം. പരാതി ഇല്ലെന്ന് വെച്ചാ? ഇല്ലെന്ന് വെച്ചാ ഇല്ല, അത്ര തന്നെ. നാരായണനോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത്? അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ, നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ട ആകാശത്തോ മറ്റോ പൊട്ടി വീണതാണോ? ആരോടോ താൻ? ഞാൻ രമേശ, ഇവനെ പിടിച്ചാകത്തിട്. ഒന്ന് പിടിപോനേത് സാർ. ഞാൻ മണ്ണാർക്കാട്ടുനിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചാക്ക് ഡിപ്പോയിലുണ്ട്. പണിക്കാരവിടെ കാത്തു നിൽക്കുക. ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എന്റെ വാഴകളുടെ അവസ്ഥ താമന് ഒന്ന് വഴി തരുമോ? പോലീസുകാർ അടി തുടങ്ങിയപ്പോ എല്ലാരും ഓടി. ഞാനവിടെ തന്നെ നിന്നു. ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എന്റെ നേരെങ്ങ് വന്നു. ഞാൻ അയാളോട് പറഞ്ഞു, അടിക്കണമെങ്കിൽ അടിച്ചോളൂ, പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടതെന്റെ കുപ്പായ ഞാൻ ഊരിക്കും. പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ. പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ. ഞാനിതത്ര കണ്ടതാ മോനെ. പക്ഷെ ആ പോലീസ് സൂപ്രണ്ട് വിവരമുള്ള മനുഷ്യനായിട്ടാ. എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ പഴയതോ നെക്ലൈറ്റ് ആണെന്നാ മൂപ്പര വിചാരം. കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത്. നേരോ? പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയാടും. നിങ്ങളെങ്ങനെ എത്ര പെട്ടെന്ന് എത്തി സാർ? 1 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു.
ആരാന്നറിയില്ല, എന്തിനീ ദ്രോഹം ചെയ്തോന്നറിയില്ല. നിങ്ങളുടെ സ്ഥലമാണിത്? അതെ സർ, എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചതായത് അത്രയും. രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി. ഈ സ്ഥലത്തിന്റെ ആധാരം ഉണ്ടെങ്കിൽ എടുക്കൂ. ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോന്ന് ചോദിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭൂമി കൈയേറ്റം ക്രിമിനൽ കുറ്റ. ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇറങ്ങാം സർ, 3 മണിക്കൊരു ഫാസ്റ്റ് ഉണ്ട്, 2:30 ഇറങ്ങാം സർ. വണങ്കാമുടിക്ക് ഒരു കയ്യബദ്ധം പറ്റിയെന്നുള്ളത് നേരാ. എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളിയുടെ അടുത്ത് എങ്ങാനും വന്നാൽ ദേവർ മേഡം നാരായണൻ വിവരം പറയും. ഹലോ, ആരാ? മൂപ്പിൽ കുഞ്ഞമ്പ് നായരെ ഒന്ന് കാണാനാ. ഇത് തന്നെയല്ലേ വീട്? വീടൊക്കെ ഇത് തന്നെ. എന്താണ് കാര്യം? നിങ്ങളാണോ കുഞ്ഞമ്പ് നായർ? ഞാനാണെങ്കിൽ അല്ല, അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല. കേട്ടോ കുമാരാ, നീ പോയി ഗിരി വിളിച്ചിട്ട് വാ. ആ, അച്ഛനെ കാണാനല്ലേ? അല്ല, കുഞ്ഞമ്പ് നായരെ കാണാനാ. അതെ, ഞാൻ ഗിരി, മൂപ്പരുടെ മോന്. അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക, അച്ഛൻ്റെ പെങ്ങടെ മോളുടെ. അതൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് തിരക്കില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ. ഇവിടെ അടുത്ത തോപ്പിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കുമാര, ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളൂ. ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട്. കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാണാലോ കുമാര. ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക്. മതി, അങ്ങോട്ട് അടിയേട്ടാ. മതിയായിട്ടാ. അത് ചുമ്മാ ആളെ കണ്ടാൽ അറിയാലോ, നല്ല ബെസ്റ്റ് കപ്പാസിറ്റിയാ. സുഖിപ്പിക്കുകയാണ്. നല്ലോണം സൂചിപ്പിക്കണം എന്ന് പറഞ്ഞാ ഗിരിമോനായി ഞങ്ങളെ കൂടെ വിട്ടത്. ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി, നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛന് നല്ല സുഖം പോരാ. എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന്. നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. സുഖം പ്രാപിക്കട്ടെ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. നീ കാര്യം പറയടാ, എന്താ നിന്റെ പ്രശ്നം? ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ, നീ പറയടാ. ഭീഷണി ഒന്നും വേണ്ട. അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം. അതിന് നീ മൂപ്പരേനെ കണ്ടിട്ട് വേണ്ടേ? ആലി രാഘവൻ, എനിക്കറിയാം നിന്നെ. മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു. അവിടെ നിന്ന് ഇറക്കി വിട്ട് ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ. പിന്നെ വേണ്ട, ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളുപുരത്തുകാരുടെ കൂടെ SPRPC ടിക്കറ്റ് ചെയ്തതും അറിയുന്നത്. ആരാ നീ? ദേവരമഠം നാരായണന്റെ സഹായിയോ അനുഭാവിയോ? ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി. രക്തം മാത്രമല്ല, എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ. നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട്. അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട്. അതുകൊണ്ട് വേണ്ടനെയാ, ആളെ വിടും. കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ടി താത്തടാ നായിന്റെ മോനെ. എടുത്ത് പുറത്തേക്കിട്. ആ പാവം ഞങ്ങൾ ചെയ്യില്ല. കല്ല് കെട്ടി ഡാമിൽ താഴ്ത്തും. ചാവുന്നതും ചാവാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. കല്ല് വെച്ച് കെട്ടടാ. വേഗം കെട്ടടാ. കാട്ടി വേദന സംഹാരി. ജീവൻ രക്ഷിച്ചു. രക്തം തന്ന ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു. വിതച്ചത് ഒരു നാൾ കൊയ്യാൻ കഴിയും സുഹൃത്തെ. കാളിയാർ മടങ്കിരിയായിട്ട് എന്താണ്? അവനുമായിട്ടൊന്നുമില്ല. മൂപ്പിൽ കുഞ്ഞമ്പ് നായർ. പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം? അച്ഛന്. അതെ,
എനിക്ക് 10 വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം. നാട്ടിൽ കോളറ വന്നു പോയി, കൂട്ടത്തിൽ അമ്മയും പോയി. അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വരവും നിന്നു. ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. കേരളശ്ശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, ചിറ്റൂര് പോടാ, പോയി അച്ഛൻ കുഞ്ഞമ്പ് നായരെ കാണാന്ന്. ചിറ്റൂരെത്തി. കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പരെ കണ്ടു. വിറച്ച് വിറച്ച് അച്ഛാന്നൊന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ. ചെകിട്ടത്തൊന്ന് പൊട്ടി. ഓടടാന്നൊരളർച്ച. ഓടി. ഓട്ട അവസാനിച്ചത് പൊന്നാനിയില. പിന്നെ അങ്ങോട്ട് ഓടാൻ വയ്യല്ലോ, മുന്നിൽ കടലല്ലേ. അതെ. കടപ്പുറത്ത് വെച്ചാണ് അയമൂട്ടിക്കാനെ കാണുന്നത്. കൂടെ വരാൻ പറഞ്ഞു. മൂപ്പരെ വീട്ടിൽ താമസം, വയറ് നിറയെ ആഹാരം. അയമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി. രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു. ആലി എന്ന 2ാം ജന്മം അവിടെ തുടങ്ങി. സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസ്സുണ്ടായിരുന്നു. പിന്നെ പല നാടുകൾ, മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു, ചുമടെടുത്തു. തണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കൂടി ചിറ്റൂർ വന്നു. ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മുതാരുടെ മുമ്പിൽ വറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു. ഞാൻ നാണം കെടുത്തിയവരൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു. പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു. പടുമുള മുളയ്ക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ, അപ്പോഴും ഈ കൺഫ്യൂഷനാണ്. ഇപ്പൊ ഈ ഗിരിയുടെ ആളുകളുടെ തല്ല് കൊള്ളാൻ അതെങ്ങനെ? അത് ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ SP ഓഫീസ് ഉപരോധത്തിന് കൂടെ നിന്നതും ഒന്നും ഇഷ്ടമായിട്ടില്ല അവന്. ഇനി എന്താ പ്ലാൻ? വീണ്ടും പൊന്നാനിക്ക് പോകുന്നു? ഓടണ്ട, ട്രെയിനുണ്ട്, റോഡും മോശമല്ല. അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തിയൊന്നും എനിക്കില്ല. കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാനാ? ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം. കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ്, അർഹിക്കുന്ന പങ്കും. രണ്ടും കിട്ടണം. അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എൻ്റെ പെരുമാൾപുരവും. എന്നാ ഞാൻ കുഞ്ഞമ്പ് നായരുടെ മുമ്പ് തലയുയർത്തി നിൽക്കും. ഇനി ഇതാണ് വീട്. മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ്. അതൊരു വലിയ അംഗീകാരമാണ്. മാനെ കാട്ടി, നാളെ ഒരു ദൂരയാത്രയുണ്ട്. വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം. ആ പേര് അവൻ മാറ്റേണ്ട സമയമായി.
കാട്ടി അവനെടുത്ത് വണ്ടിയിലിട്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരുന്ന ആലോചനകൾ മുടക്കുമ്പോഴൊന്നും ആരും സംശയിച്ചില്ലല്ലോ ഇവളെ. അമ്മാമ്മയുടെ പുന്നാരം കൂടി പോയന്റെയാ കുട്ടി ഇത്ര തണ്ട് കാട്ടണ. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും തെളിച്ചു പറയുന്നുണ്ടോ? ആലത്തൂരിന്ന് വന്ന അമേരിക്കക്കാരന്റെ ആലോചന എങ്ങനെ മുടങ്ങിയെന്ന് അച്ഛൻ കരുതിയേ? ദൈവൻ കുമാരൻ പറയും. പറയടോ, ഇവനെ ആയിരുന്നു വിവരം അറിയാൻ ഗിരി പറഞ്ഞേച്ചത്. എന്താണ് ഉണ്ടായത്? പെണ്ണിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞത് നുണയായിരുന്നു. അത് സാവിത്രിക്കുട്ടി അന്ന് വന്ന ചെക്കൻ്റെ അടുത്തൊരു നുണ പറഞ്ഞതിന്റെ പേരില്ല. നുണയോ? എന്ത് നുണയാ ഇവള് പറഞ്ഞേ? ഇവളുടെ കല്യാണം നാരായണനുമായിട്ട് 3-4 കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന്. എന്താ? അത് നുണയാണോ സത്യമാണോ അമ്മാമ്മ തന്നെ ചോദിക്കേ. എന്താ സാവിത്രി കേക്കണേ? വല്ല വാസ്തവം ഉണ്ടോ ഇതില്? പറയടി. സത്യാണ്. എന്റെ ദൈവങ്ങളെ, അപ്പൊ ഇവിടുന്ന് ഇടയ്ക്കും തലയ്ക്ക് പൊക്കണം മുറുക്കി പോയത് അവന്റെ അടുത്തേക്കായിരുന്നോ? നീ ഇത്രയ്ക്ക് പോന്നോളായത് ഞാൻ അറിഞ്ഞില്ല. എന്നെ തോപ്പിക്കാൻ മാത്രം ആയില്ലേ? തന്തയും തള്ളയില്ലാത്തതിന്റെ ഖേദം അറിയിക്കാണ്ട പോറ്റി വളർത്തി എന്നെ അവന്റെ കൂടെ കൂട്ടിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ? കൊണ്ടുപോയി എവിടെങ്കിലും പൂട്ടിയിട്ടാ. മണങ്കാമ്പുടിയും കൊണ്ട് പോലീസ് വന്നു. അവനെ പുറത്തിറക്ക്. ഇറങ്ങാൻ എന്നാ നമുക്ക് പോകാ ഗിരി. എന്താ ഏതാ ഇവൻ? മോനെ ഗിരി, എന്താ മോനെ? ബഹളം കൂട്ടണ്ട. നിന്റെ ശിക്കാരി അവനെ ഏൽപ്പിച്ച കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം പോലീസിനോട് അവൻ പറഞ്ഞു കഴിഞ്ഞു. പേടിപ്പിക്കല്ലേ നാരായണ? പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാ. മാനേ ഗിരി, നിന്റെ മറുപിള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം. ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല. എന്നാലും ഒന്ന് കേറി ഇറങ്ങി വാ. എന്നാ കേറിയാട്ടെ. നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? കാണുന്നില്ല മനുഷ്യ? മോൻ അമ്മായിയപ്പന്റെ വീട് വരെ പോയി സൽക്കാരമൊക്കെ കഴിഞ്ഞ് വരും ഇന്ദ്രാണി സാറേ. അതുവരെ ക്ഷമി. കുഞ്ഞമ്മൂന്നാരി സാറേ, ദാ ആലുരാഘവൻ സാർ കഴിഞ്ഞുകൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളെ കണ്ട ആ കാര്യം പറയാൻ ഒരിക്കലൂടെ വന്നിരുന്നു. ഇപ്പൊ പോലീസ് കൊണ്ടുപോയ ഗിരി സാറ് ഈ സാറിന് കല്ലുകെട്ടി ഡാമിൽ താത്താൻ നോക്കി. പക്ഷേ നീ രക്ഷിച്ചല്ലോ. ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ. അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം. അല്ല, ഇന്ദ്രാണി സാറിന് ആളെ മനസ്സിലായില്ലേ? ചെറിയച്ഛന്റെ കനിഷ്ഠ പുത്രനാണ്. ഇതാ ഭാർഗവിയിലുണ്ടായ ചെക്കൻ. ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ്. ആരുഢവും വിലാസവും ഇല്ലാതെ കെയർ ഓഫ് പുറമ്പോക്കായി ജീവിക്കുന്ന ഒരു പാവം. നീയപ്പോ ചെറിയച്ഛനോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ കണ്ടെത്തിയ പുതിയ ആയുധം. പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ദുര്യോധനാണല്ലേ? ആവാം. സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേര് കൂടെ നൽകിയിട്ടുണ്ട്, സുയോധനൻ. അങ്ങനെ വിളിച്ചോളൂ. അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക്. കുഞ്ഞമ്മത്തെ മാറ്റർക്ക് വരണം. ഇയാൾക്ക് നീ പോയി പടയൊരുക്കടാ ചേക്ക. തോഴരും ബന്ധുജനങ്ങളും ചത്തൊടുങ്ങിയ മണ്ണിൽ ഊരുക്കൾ തകർന്ന് പാതി ചത്തുകിടന്നു മോങ്ങിയ നൂറ്റവരിലെ മൂത്തവന്റെ ചിത്രം മറക്കണ്ട. അതിന് മാത്രം പോകുന്നൊരു പുത്രന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല കുഞ്ഞമ്മൂന്നായരെ. ഇനിയൊരു ചാൻസും ഇല്ല. ഏജ് ഓവർ ആയില്ലേ? നിങ്ങളോടുള്ള പോരിന് നാരായണന് കായബലത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വക്രബുദ്ധിയെ ഞാൻ കോടതി മുറിയിൽ വെച്ച് നേരിടും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിങ്ങൾക്കും നിയമം അനുവദിക്കുന്ന അവകാശം ഇയാൾക്കും. പഴയ വക്കീൽ കുപ്പായം ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ആലി എന്ന രാഘവ സർ കുഞ്ഞമ്പൂ നായരോട് ഡയലോഗ്സ് വല്ലതും? അച്ഛൻ എന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല. ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ അവകാശം ഇറക്കാൻ വന്നതല്ല. പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് മകനെന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്നറിയാം. അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ. എന്നെ കാണിക്കാനും കാണിച്ചു പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാലാണ് എന്റെ പിടിച്ചു വാങ്ങാവുന്ന മനപ്പായസം ഉണ്ണണ്ടടാ ഒരുത്തനും. കാലടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപടധൈര്യം നല്ലതാ. അത് വെള്ളം ചേർക്കാതെ വിഴുങ്ങി കാത്തിരുന്നു. ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കുട്ടിയോട് ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട്. സോറിട്ടോ. സാവിത്രിയേ,
കുഞ്ഞമ്പൂ നായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാൻ ഇവളോട് ചുമ്മാ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ. അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമടത്തിൽ കൊണ്ടുപോയേനെ. അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്നെ 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി. ശരി, ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. മാളി ചെന്ന് വണ്ടി കയറി. ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവർ ചുമ്മാ പുളുപിടിച്ചതാ, ഒരു ഡിഫൻസ് മെക്കാനിസം. തുടങ്ങുന്നേയുള്ളൂ കുഞ്ഞമ്പൂ നായർ. നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങളെ നോക്കി പല്ലിളിക്കുന്നത് കാണുന്നില്ലേ? കോട്ടെ, പോണ വഴിക്ക് ഡ്രൈ ക്ലീൻ ഷോപ്പിൽ നിന്ന് കയറണം. കോട്ട് മേടിക്കണ്ടേ? ഏത് ഭാർഗവിയുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? ഇക്കണ്ട കാലം കൊണ്ട് എത്ര ഭാർഗവിമാരുടെ പേര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പഠിക്കൽ പോയില്ല ഭാർഗവിയ. പഠിക്കൽ പോയില്ല ഭാർഗവി എന്ന് പറഞ്ഞ എന്റെ ഇളയമ്മേന്റെ മോളാ. അവരുടെ മോനായി ഇരിക്കണേ. ഏത് ഇവനോ? എന്റെ മുത്തപ്പ. എടാ മോനെ, നീ കറുത്തു പോയല്ലടാ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എടുത്ത പേര് ഞാൻ അതൂ. അന്ന് നല്ല വെളുത്തു തടിച്ച കുട്ടിയായിരുന്നു. നിനക്ക് എന്താ മോനെ പണി? ഒന്നും ആയിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ അമ്മയുടെ കല്യാണമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? അതൊക്കെ വലിയൊരു കഥയല്ലേ. എന്തൊരു പെണ്ണായിരുന്നു അവള്. നല്ല പവന്റെ നിറം. ആ മൊഞ്ചും മോറും കണ്ട് മയങ്ങി വന്നതാണ് കുഞ്ഞമ്പു. ഓൻ ചിറ്റൂരാരനാ. അല്ല, ആണായാലും മയങ്ങി പോവും. ഓളെ അത്ര എടുപ്പുള്ള ചന്തി മോലുള്ള ഒരു പെൺകുട്ടി അന്ന് ഇന്ന് നാട്ടിലില്ല. നിങ്ങള് എന്റെ അമ്മേന്റെ സെക്സ് വർണ്ണിക്കാത്ത കാര്യത്തിലേക്ക് വരുന്നുണ്ടോ? എന്നിട്ട് കുഞ്ഞമ്പൂ നായർ കല്യാണം കഴിച്ചോ? പിന്നില്ലാണ്ട്. തിരുവണ്ണശ്ശേരി അമ്പലത്തിന്റെ നടയിൽ വെച്ച് താലി കെട്ടിയ കൂടെ പൊറുക്കാന്ന് ഭാർഗവി. കുഞ്ഞമ്പൂന് പൂതി മാറ്റിയിട്ട് പോണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുക്കം ഭാർഗവി പിടിച്ചെടുത്ത് നിന്നു. കൊടമുറി കഴിഞ്ഞു. ഏതാ അമ്പലം എന്ന് പറഞ്ഞേ? നമ്മുടെ തിരുവണ്ണശ്ശേരി കൃഷ്ണന്റെ അമ്പലം. നമസ്കാരം. ഇരിക്ക. ഒന്ന് നേരിൽ വന്ന് കാണണിച്ചിരിക്കായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കണത് അറിഞ്ഞിട്ടുണ്ടാവും. ദേവർമടം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആയിക്കോട്ടെ, ചെയ്യാലോ. ഞാൻ ചെക്ക് കൊടുത്തയക്കാം. സന്തോഷം. ഞാൻ എന്താ വേണ്ടാവോ? തിരുവണ്ണശ്ശേരി ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്ര ഓഫീസിൽ രജിസ്റ്ററിൽ എഴുതുന്ന പതിവുണ്ടോ? ഊവല്ലോ, എത്രയോ വർഷമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊക്കെ നടക്കണ അമ്പലാണേ. രജിസ്റ്റർ ബുക്കുകളൊക്കെ ഓഫീസിൽ ഭദ്ര. മുൻ കൊല്ലങ്ങളിൽ രജിസ്റ്റർ ബുക്കുകളൊക്കെ ഒന്ന് തപ്പിയെടുക്കണം. വർഷക്കണക്കൊക്കെ ഒരു ഊഹം പറയാനേ പറ്റൂ. കുറച്ച് പാടുള്ള പണിയാണേ. അറിയാം. ആ പാടിനുള്ള ചെലവിന് മറ്റൊരു ചെക്ക് കൂടെ കൊടുത്തയക്കാം, നമ്പ്യാരുടെ പേരിൽ. എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം. ദേവർമഠം പറഞ്ഞാൽ ഉയിരിനു വീര്യമായി ഉണരുക സൂര്യനായി, ഉഷസിനു കാവലായി ഈ ധർമ്മങ്ങൾ നിസ്വാർത്ഥം. ഞാൻ ഈ കോടതി മുറിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളുടെ ഒരു അസംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എന്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം തരണം. യെസ്, ഇത് കേളുച്ചാരുടെ കഥയാണ്. കേളുച്ചാർക്ക് പ്രായം നമ്മുടെ പ്രതി കുഞ്ഞമ്പൂ നായർക്ക് തുല്യം. കാഴ്ചയിലും സമാനതയുണ്ട്. കേളുച്ചാർ അതീവ ധനികനാണ്. കളത്രപുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിട കുത്തികളക്കി തന്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താടോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ. പുള്ളി അറിയാം 72 വർഷത്തെ ഭൂമിയിലെ ജീവിതം. ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ 15 വയസ്സ് മുതൽ കണക്കൂട്ടിയാൽ മതി. 72 - 15 57. 57 വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, പറഞ്ഞുകൂട്ടിയ നുണകൾ, കുറ്റകൃത്യങ്ങൾ, ചെയ്ത ചതി, വഞ്ചന, ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശ്ശീലയിൽ തെളിയുകയാണ്. 15-ാം വയസ്സിൽ അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്ന് ആദ്യം നടത്തിയ മോഷണം, അത് കണ്ടുപിടിച്ച് തല്ലാനോങ്ങി അച്ഛന്റെ കൈകയറി പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത്, പിന്നീട് പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത്, ഒരിക്കൽ രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച്
ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത്, സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാര ഇറക്കി കൊന്നത്, ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ 13 വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ തുറുങ്കിലടപ്പിച്ചത്, 4 ആളെ സാക്ഷി നിർത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത്, ആ മകനെ തല്ലി ഓടിച്ചത്, മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ, അങ്ങനെ ഒരു പുരുഷായുസിൽ അസാധ്യമായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചെയ്തികൾ. സർവസാക്ഷിയായ സൂര്യൻ കേളുച്ചാരോട് ചോദിക്കുന്നതായി പുള്ളിക്കാരന് തോന്നി. എന്താടോ കേളു നീ ഇങ്ങനെ? ഒരു തെറ്റിനെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത്, ഒരു സത്യമെങ്കിലും പറഞ്ഞ് ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത് ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ലേ നിനക്ക്? കേളുച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു. ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല. 6 അടിയിൽ കൂടുതൽ മണ്ണും വേണ്ടി വരും അദ്ദേഹത്തിന്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളുച്ചാർ പറഞ്ഞു, ഒരവസരം തരിക, ഒരവസരം, സത്യം പറയാൻ, പ്രായശ്ചിത്തം നടത്താൻ, പാപപരിഹാരത്തിന്. ഉടനെ ദൈവം കേളുച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളുച്ചാർ വാഴ്ത്തപ്പെട്ടവനായി എന്നോ കഥയിലില്ല. പക്ഷെ ഒന്നുണ്ട്, അന്നത്തെ രാത്രി കേളുച്ചാർ സുഖമായിട്ടുറങ്ങി. 57 വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ മാന്യനായ പ്രതി, എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പൂ നായരോട് ഞാൻ ചോദിക്കുന്നു, സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട്, അത് തെളിയുക തന്നെ ചെയ്യും. പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ? അതെ. That's all, Your Honor. മാലു മോളെ, സത്യമൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു. ഇപ്പൊ ഞാൻ ആരായി? 2ാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ? ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശം സ്ഥാപിച്ച് വരാൻ പോണത്? പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങണതിന്റെ മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ. ഇറക്കി വിടും മുമ്പ് കുട്ടികളെ വിളിച്ചു പോവാനാ. പോകണ്ടോ അപ്പുറത്ത്? സ്വസ്ഥത വേണം എനിക്ക്. ഹലോ, ഓ, എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ? 2ാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലാന്നറിയാം. എനിക്ക് നിങ്ങളുടെ 4 മണ്ണും വേണ്ട, 4 മുക്കാലും വേണ്ട. പക്ഷേ എന്റെ കുട്ടികളെ തെരുവിലാക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മരുന്നൊഴിക്കട്ടെ? അമ്മ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ആരും പെരുവിളിയിലൊന്നും ആവില്ല. എന്താ കുട്ടികൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട് വിട്ടിറങ്ങേണ്ടിയും വരില്ല. ഇനിയിപ്പോ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമേ ഉള്ളൂ. അതെന്താ എന്റെ കുട്ടിയെ? ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ മോളെ? ഏയ്, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാച്ചാ. അച്ഛൻ കണ്ണടച്ച് കിടന്നോളൂ, ഞാനിപ്പോ വരാട്ടോ. ആരാത്? മാലു? മാലു ഒന്നുമില്ല ഇവിടെ, ഇത് ഞാനാ. മാലു പോയോ? പോയി കാണും. എന്ത് പറ്റി അച്ഛന്? എന്തിനാ കോടതിയിലല്ല എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ? എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ? ഇനിയും വേഷം കെട്ടി നിന്ന് കോടതി മുറികളിൽ വഷളാവാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടണ്ട, അവിവേകം കാട്ടാൻ എളുപ്പമാണ്. ഉപദേശം ചോദിച്ചില്ല. നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി. എന്താ? 4 ആളെ വിളിച്ചുകൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ? നീ പോവാൻ. ഞാൻ പോവാം. പക്ഷെ വീതം വെക്കുമ്പോ
അവനെത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് ഈ കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട. മൂത്ത മകന്റെ അധികാരമല്ല, ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ. പക്ഷെ എടുക്കേ അനുസരിക്കാൻ നിന്നെയോ? ആരാ നീ? നിനക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക. കേട്ടോ, കൊല്ലം കുറെ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിപ്പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായരെന്ന ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു. പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. ഏതോ പരദേശി സമ്മാനിച്ചു പോയ 3 മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള്. കൊലക്കയറിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു. അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു. ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ്. തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ? ഗർഭമുണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന്. എന്താടാ, വിളിക്കണോ? കരയണ്ട, പക്ഷഭേദം കാട്ടിയിട്ടില്ല ഞാൻ. സ്വന്തം കുട്ടികളെ പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ? പോട്ടെ, സാരമില്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ? പറയില്ല ഞാൻ. അറിഞ്ഞാൽ, നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല. അറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീര്യൻ ചോർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പോകും. അതുകൊണ്ട് അമ്മേ, അച്ഛൻ പോയി. അമ്മേ, അമ്മേ, ജഗദാ, എവിടെ പോയി കിടക്കുന്നു? ഗിരി ചതിച്ചു.